പണ്ട് പണ്ട് സൂര്യപുരം എന്ന ഗ്രാമത്തിൽ റൂബി എന്നു പേരുള്ള ഒരു കുഞ്ഞു പെൺകുട്ടിയും അലക്സ് എന്നു പേരുള്ള അവളുടെ അപ്പൂപ്പനും താമസിച്ചിരുന്നു. റൂബി വളരെ മിടുക്കിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ അപ്പൂപ്പനെ ജോലിയിൽ സഹായിക്കുകയും ഭക്ഷണമുണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അലക്സ് ഒരുപാട് പ്രായമായി അവശനായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് അലക്സ് ജോലി ചെയ്ത് റൂബിയെ നോക്കിയിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അലക്സ് തീരെ ക്ഷീണിച്ച അവശനായി തളർന്നു വീണു. ഇത് കണ്ട റൂബി പെട്ടെന്ന് തന്നെ അപ്പൂപ്പനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പൂപ്പനെ ചികിത്സിക്കാൻ ഒരുപാട് പണം വേണ്ടിവരുമെന്ന് റൂബിയുടെ ഡോക്ടർ പറഞ്ഞു. അത് കേട്ട റൂബിക്ക് ആകെ സങ്കടം വന്നു. അവൾ ഗ്രാമത്തിൽ ചെന്ന ഗ്രാമവാസികളോട് സഹായം ചോദിച്ചു. എന്നാൽ അത്രയും പണം ആരുടെ പക്കലും ഉണ്ടായിരുന്നില്ല. അവൾ ആകെ വിഷമിച്ച അപ്പൂപ്പൻ ജോലി ചെയ്യുന്ന കാടിനുള്ളിൽ ചെന്ന് ഒറ്റയ്ക്കിരുന്നു കരയാൻ തുടങ്ങി. പെട്ടെന്നാണ് അവിടെ ഒരു വനദേവത പ്രത്യക്ഷയായത്. അത് കണ്ട് അമ്പരന്ന് നിൽക്കുന്ന റൂബിയോട് വനദേവത എന്ത് പറ്റി, എന്തിനാ കുഞ്ഞെ നീ കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ റൂബി നടന്ന എല്ലാ കാര്യവും ദേവതയോട് പറഞ്ഞു. അത് കേട്ട ദേവത അവളെ സമാധാനിപ്പിച്ചതിനു ശേഷം അവൾക്ക് ഒരു പെട്ടി നിറയെ പണം സമ്മാനിച്ചു. എന്നാൽ റൂബി തനിക്ക് ഇത്രയും പണം വേണ്ട എന്നും അപ്പൂപ്പനെ ചികിത്സിക്കാൻ വേണ്ടിയുള്ള പണം മാത്രം മതിയെന്നും പറഞ്ഞു. റൂബിക്ക് പണത്തിനോട് ആർത്തിയില്ലെന്നു മനസ്സിലാക്കിയ ദേവതയ്ക്ക് റൂബിയോട് ഒരുപാട് സ്നേഹം തോന്നി. ദേവത റൂബിയുടെ കുഞ്ഞു വീടിനു പകരം മനോഹരമായ ഒരു വീടും അതിനു മുന്നിലായി വലിയ ഒരു പൂന്തോട്ടവും റൂബിക്ക് സമ്മാനമായി നൽകി അപ്രത്യക്ഷയായി. അങ്ങനെ റൂബിയുടെ അപ്പൂപ്പൻ പണ്ടത്തേക്കാൾ ആരോഗ്യവാനായി തിരിച്ചെത്തി. അവർ രണ്ടുപേരും ദേവത സമ്മാനിച്ച പൂന്തോട്ടത്തിലെ പൂക്കൾ വിറ്റ് ആ മനോഹരമായ വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു. അത്യാഗ്രഹമില്ലെങ്കിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാമെന്ന് അവരുടെ ജീവിതം കണ്ട മറ്റുള്ളവർക്ക് മനസ്സിലായി. കൂട്ടുകാർ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.